തൃശൂർ മുള്ളൂർക്കരയിൽ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചവരിൽ ഒരാൾ മരിച്ചു. മുള്ളൂർക്കര മണ്ഡലംകുന്ന് സ്വദേശികളും സഹോദരിമാരുമായ 3 പേർ. അവരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സരോജിനിയാണ് മരിച്ചത്. സഹോദരിമാരായ ജാനകിയും ദേവകിയും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. ബനേഷ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അയൽവാസികളുടെ നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിലാണ് ഈ സഹോദരിമാരായ വയോധികരാണ് 3 പേരും. 3 പേരുടെയും പ്രായം ദേവകിക്ക് 83 വയസ്സുണ്ട്, ജാനകിക്ക് 80, മരണപ്പെട്ട സരോജിനിക്ക് 75 വയസ്സുണ്ട്. ഇവർ 3 പേരും അവിവാഹിതരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, ഒറ്റപ്പെടൽ, ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്കൊക്കെ ഇവരെ നയിച്ചത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനമായിട്ടുള്ളത്. എന്തായാലും കത്ത് എഴുതി വെച്ചിട്ടാണ് ഇവർ 3 പേരും വിഷം കഴിച്ചത് എന്ന് പറയുന്ന പോലീസ്, ചെറുതുരുത്തി പോലീസ് ആ കത്ത് വിശദമായി പരിശോധിച്ച് വരികയാണ്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഈ 3 പേരിൽ സരോജിനി മരണത്തിന് കീഴടങ്ങി. സഹോദരിമാരായ ജാനകി ദേവകിയും നാട്ടുകാർ എത്തി വന്ന് പരിശോധിച്ചപ്പോൾ മരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് ഇവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേരും ഇപ്പോൾ 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ സ്വന്തം വീടാണ് ഈ പറയുന്ന ഈ വണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം നടന്നത്. ഇവർ ഈ വീടും സ്ഥലവും ഗുരുവായൂരുള്ള ഒരു ട്രസ്റ്റിന് എഴുതി നൽകിയതിനു ശേഷം ഗുരുവായൂരിലാണ്, ആ ട്രസ്റ്റിന് കീഴിലാണ് താമസിച്ച് വന്നിരുന്നത് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അവിടെ മതിയായ പരിചരണം ലഭിക്കാതെ വന്നതോടെ തിരികെ ഇവർ വീട്ടിലേക്ക് മാസങ്ങൾക്ക് മുൻപ് ഈ മുള്ളൂർക്കരയിലെ വീട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ഇപ്പോൾ നടത്തി വരികയാണ്. എന്തായാലും വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും അസുഖങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് ഇവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 പേർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. എന്തായാലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പോലീസ്, ചെറുതുരുത്തി പോലീസ് വിശദമായി ഇവർ എഴുതി വെച്ച കത്തും ഈ പറയുന്ന വീടും പറമ്പും ട്രസ്റ്റിനെ എഴുതി വെച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഒരാൾ മരണപ്പെട്ട ഇവർക്ക് 3 പേർക്ക് ഒരു സഹോദരൻ ഉള്ളതായും പറയുന്നുണ്ട്. സഹോദരൻ വയനാട്ടിലാണ് താമസം. എന്തായാലും 2 പേർ ഇപ്പോൾ ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബനേഷ്, അനീഷ് ആന്റണി, ഇതിൽ കൂട്ട ആത്മഹത്യാ ശ്രമം എന്ന് അല്ലാതെ മറ്റൊരു ശീർഷകം ഈ വാർത്തയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എപ്പോഴും അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. കൂട്ടത്തോടെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത പിന്നീട് അന്വേഷിക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും മറ്റുള്ളവർക്ക് വിഷം കൊടുക്കുകയും പിന്നീട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആൾ അതിൻ്റെ കൂടെ വിഷം കഴിച്ച് മരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വീടുകളിലൊക്കെ മക്കൾക്കൊക്കെ വിഷം കൊടുത്തിട്ട് അച്ഛനോ അമ്മയോ ഒക്കെ ഒരുമിച്ച് ജീവനെടുക്കുന്ന അവസ്ഥയിൽ വാസ്തവത്തിൽ ആ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ജീവനെടുക്കാൻ ആഗ്രഹം ഉണ്ടാവണമെന്നില്ല. ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും മറ്റുള്ളവരെ കൂടി ഒപ്പം കൂട്ടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടി ഇപ്പോൾ ഈ പറഞ്ഞ പ്രാഥമികമായിട്ട് അനീഷ് ആന്റണി സൂചിപ്പിച്ചതും കത്തിലെ ഉള്ളടക്കവും ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും എല്ലാം ചേർന്ന് ഒരുപക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൂട്ട ആത്മഹത്യാ ശ്രമമായിരിക്കാം. പല ഘട്ടങ്ങളിലും അങ്ങനെ അല്ലാതെയും വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ് എന്നാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.